ചോദ്യം നമ്പർ 151 ശ്രീ KU ജനീഷ് കുമാർ, ബഹുമാനപ്പെട്ട ആരോഗ്യം, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. സർ, 1994 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവയവ കൈമാറ്റ നിയമം അടിസ്ഥാനമാക്കി 2012 സംസ്ഥാനത്ത് തുടക്കം കുറിച്ച മരണാനന്തര അവയവദാന പദ്ധതിയാണ് കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് മൃതസഞ്ജീവനി. മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു മൃതസഞ്ജീവനി പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള മനുഷ്യ അവയവങ്ങളുടെയും ടിഷ്യൂകളുടെയും നീക്കം ചെയ്യൽ, സംഭരണം, മാറ്റിവെക്കൽ എന്നിവ നിയന്ത്രിക്കുന്നതിനും ഇവയിലെ വാണിജ്യ ഇടപാടുകൾ തടയുന്നതിനുമായി പുറപ്പെടുവിച്ച 2014 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആൻഡ് ടിഷ്യൂസ് റൂൾസിലെ ചട്ടം 31 പ്രകാരം സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷനായി പ്രവർത്തിക്കുന്നതിനും നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമിന്റെ നിർവഹണ ഏജൻസിയായി പ്രവർത്തിക്കുന്നതിനും സംസ്ഥാന സർക്കാരിന്റെ ഡിസീസ്ഡ് ഡോണർ മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം എന്ന പദ്ധതിയുടെ നടത്തിപ്പിനും അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും ഒരു കുടക്കീഴിലാക്കുന്നതിനും വേണ്ടിയാണ് 2021 കേസോട്ടോ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചത്. കേസോട്ടോയുടെ പ്രധാന പ്രവർത്തനങ്ങൾ താഴെ പറയുന്നവയാണ്. മരണാനന്തര അവയവദാന ക്യാമ്പയിനുകൾ വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുക, ട്രാൻസ്പ്ലാന്റ് സെന്ററുകളിൽ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് ലൈസൻസ് നൽകുക, മരണാനന്തര അവയവദാനങ്ങൾ ഏകോപിപ്പിക്കുകയും അതുവഴി അവയവങ്ങൾ മരണാനന്തരം രോഗികൾക്ക് ദാനം ചെയ്യുകയും ചെയ്യുക, തോട്ട് ആക്ട് പ്രകാരം അപ്രോപ്രിയേറ്റ് അതോറിറ്റിയുടെ ഓഫീസായി പ്രവർത്തിക്കുക, സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ സഹായത്തോടെ ആവശ്യമെങ്കിൽ അവയവങ്ങൾ എയർലിഫ്റ്റ് ചെയ്യുന്നതിന് ഹെലികോപ്റ്റർ സംവിധാനം ഒരുക്കുക, മെഡിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫുകൾക്കായി ട്രെയിനിംഗ് സംഘടിപ്പിക്കുക, ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റി അംഗങ്ങൾക്ക് ട്രെയിനിംഗ് നൽകുക, ബ്രെയിൻ സ്റ്റം ഡെത്ത് സർട്ടിഫിക്കേഷന് വേണ്ടി ഡോക്ടർമാരെ എംപാനൽ ചെയ്യുന്നതിനുള്ള ട്രെയിനിംഗ് നടത്തുക, മരണാനന്തര അവയവദാനം ഏകോപിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, ഒരു റെഗുലേറ്ററി ഏകോപന സമിതി എന്ന നിലയിൽ അവയവദാന പ്രവർത്തനങ്ങളിൽ സഹായിക്കാനും ഉപദേശിക്കാനും എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുക, ക്രമക്കേടുകൾ പരിശോധിച്ച് ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെതിരെ അച്ചടക്ക നടപടി കൈക്കൊള്ളുക, ലൈവ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സംബന്ധിച്ച വിഷയത്തിൽ ആരോഗ്യ അധികാരികളുമായി സഹകരിച്ച് പതിവ് ഓഡിറ്റുകളും പരിശോധനയും ഉൾപ്പെടെയുള്ളവ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അംഗീകാരം നൽകുന്നതിനുള്ള പ്രോട്ടോക്കോളുകൾ കാര്യക്ഷമമാക്കുക, പ്രവർത്തനങ്ങളിലെ പൂർണ്ണ സുതാര്യത ഉറപ്പുവരുത്തുക, പൊതുജനങ്ങളിൽ വെബ്സൈറ്റിലൂടെയും മീഡിയയിലൂടെയും അവ എത്തിക്കുക, അവയവദാനവും മാറ്റിവെക്കലും നിലവിലുള്ള പ്രോട്ടോക്കോളുകൾ പാലിച്ചാണോ എന്നത് ഉറപ്പാക്കുക, പേഷ്യന്റ് രജിസ്ട്രേഷൻ, അവയവവിന്യാസം തുടങ്ങിയ അവയവദാനം സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഒറ്റ ക്ലിക്കിൽ ലഭ്യമാക്കുന്നതിനായി NICയുടെ സഹായത്തോടെ www.kesoto.kerala.gov.in എന്ന വെബ്സൈറ്റ് കേസോട്ടോ 2023 ജൂണിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ വെബ്സൈറ്റ് വഴി മരണാനന്തര അവയവദാന സമ്മതപത്രം സമർപ്പിക്കാവുന്നതാണ്. അവയവമാറ്റ ശസ്ത്രക്രിയാനന്തര ഓഡിറ്റ് കേസോട്ടോയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. കേസോട്ടോയുടെ അനുദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമായി ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ചെയർമാനായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നയപരമായ കാര്യങ്ങൾക്ക് മേൽനോട്ടം നിർവഹിക്കുന്നതിന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി അധ്യക്ഷയായ ഗവേണിംഗ് ബോഡിയും നിലവിലുണ്ട്. സർ, വിവരം അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. ഡിയും ഇയും ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് 1994, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് റൂൾസ് 2014, 2010 സർക്കാർ ഉത്തരവ് എന്നിവ പ്രകാരമാണ് ജീവിച്ചിരിക്കുന്നവർ തമ്മിലുള്ള അവയവമാറ്റം നടക്കുന്നത്. ബന്ധുവേതര അവയവദാനത്തിൽ ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റി അവയവദാതാവും സ്വീകർത്താവും തമ്മിൽ പണമിടപാട് നടന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ദാതാവിന്റെയും സ്വീകർത്താവിന്റെയും കഴിഞ്ഞ 3 വർഷത്തെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കാറുണ്ട്. കൂടാതെ അവർ തമ്മിലുള്ള അവയവമാറ്റത്തിൽ പണമിടപാടുകൾ ഒന്നുമില്ല എന്ന് സംയുക്താപേക്ഷയിൽ പറയുന്നത് പോലെയുള്ള ബന്ധം അവർ തമ്മിൽ ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനും ബന്ധപ്പെട്ട റവന്യൂ അധികാരികളിൽ നിന്നോ ജനപ്രതിനിധികളിൽ നിന്നോ ഉള്ള സർട്ടിഫിക്കറ്റും പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ബന്ധുവേതര അവയവദാനത്തിൽ ദാതാവും സ്വീകർത്താവും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഒരു സാക്ഷ്യപത്രം എന്ന നിലയിലാണ് ജനപ്രതിനിധികളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കമ്മിറ്റി പരിഗണിക്കുന്നത്. ഇതിനു പുറമെ അവയവദാതാവിനെയും സ്വീകർത്താവിനെയും അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെയും കമ്മിറ്റി നേരിൽ കേൾക്കുകയും പണമിടപാടുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് ജീവകാരുണ്യപരമായ കാരണങ്ങളാലാണ് അവയവദാനം എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. അവയവദാന ശസ്ത്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സങ്കീർണതകളെയും അവയവദാനത്തിന് ശേഷം പുലർത്തേണ്ട ജീവിതശൈലി എന്നിവയെക്കുറിച്ചും ദാതാവിനെയും അവരുടെ അടുത്ത ബന്ധുക്കളെയും ബോധ്യപ്പെടുത്തുന്നതാണ്. കൂടാതെ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമെങ്കിൽ പുനഃപരിശോധന നടത്തുന്നതിനും വേണ്ടി കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളും അഭിമുഖങ്ങളും വീഡിയോ റെക്കോർഡിംഗ് ചെയ്ത് സൂക്ഷിക്കുന്നു. ഇപ്രകാരം സൂക്ഷ്മ പരിശോധന നടത്തിയ ശേഷമാണ് കമ്മിറ്റി ശസ്ത്രക്രിയയ്ക്ക് അനുവാദം നൽകുന്നത്. ശ്രീ KU ജനീഷ് കുമാർ. സർ, കേസോട്ടോ രൂപീകരിച്ചതിന് ശേഷം
അവയവദാന രംഗത്ത് നമ്മുടെ സംസ്ഥാനം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാൻ കഴിയും? യെസ് മിനിസ്റ്റർ. സർ, 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് പ്രകാരം അതിലെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് 2014 ആ ചട്ടങ്ങൾക്കനുസൃതമായിട്ട് ഓരോ സംസ്ഥാനത്തും ഒരു ഓർഗനൈസേഷൻ, ദേശീയ തലത്തിലുള്ള ഓർഗനൈസേഷന് സമാന്തരമായിട്ട് ഉണ്ടാകണം എന്നുള്ള ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് കേസോട്ടോ രൂപീകരിക്കുന്നത്. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് സർ കേസോട്ടോ രൂപീകരിക്കുന്നത്. 95 ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസോട്ടോ രൂപീകൃതമായതിനു ശേഷം അതിനു മുൻപുണ്ടായിരുന്ന കേനോസ് ആണ്, കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിംഗ് ആണ്. അത് മരണാനന്തര അവയവദാനവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ആശുപത്രികളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ നിലവിൽ കേസോട്ടോ നിലവിൽ സംസ്ഥാനത്തെ അവയവമാറ്റ പ്രക്രിയയിൽ പ്രത്യേകമായി മരണാനന്തര അവയവദാനം, അതോടൊപ്പം തന്നെ ലൈവ് ഡോണേഴ്സിൽ നിന്ന് അവയവങ്ങൾ ദാനം ചെയ്യുമ്പോഴുള്ള ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ്. കേസോട്ടോ നിലവിൽ വന്നതിന് ശേഷം സർ ട്രാൻസ്പ്ലാന്റുകൾക്ക് സമയബന്ധിതമായി ആ സെന്ററുകൾക്ക് ഇൻസ്പെക്ഷൻ നടത്തി ലൈസൻസ് കൊടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിൽ 49 ട്രാൻസ്പ്ലാന്റ് സെന്ററുകളാണ് ഉള്ളത്. ഇവിടെ ഉത്തരത്തിൽ പറഞ്ഞതുപോലെ 2023 ജൂൺ മാസത്തിൽ ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക വെബ്സൈറ്റ് രൂപീകരിച്ചിട്ടുണ്ട്. സാർ, ദേശീയ തലത്തിൽ ഇപ്പോഴും ഇതിനൊരു രജിസ്ട്രി ഇല്ല, എന്നാൽ സംസ്ഥാനത്ത് നമുക്കതിനൊരു രജിസ്ട്രി ഉണ്ട്. ഈ നെറ്റ്വർക്ക്, ഈ വെബ്സൈറ്റിൽ അത് പബ്ലിക് ഫ്രണ്ട്ലി ആയിട്ടും പൊതുജനങ്ങൾക്ക് കാണത്തക്ക നിലയിലുള്ള വിവരങ്ങൾ അവിടെയുണ്ട്. എന്താണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, എന്താണ് ഡൊണേഷൻ, അതിന്റെ നിയമങ്ങൾ ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. അതൊരു പബ്ലിക് ഇന്റർഫേസ് ആണ്. അതുകൂടാതെ ആശുപത്രികളിലേക്ക് രോഗികൾക്ക് ആശുപത്രിയുടെ ലോഗിനിലേക്ക് അതിൽ ലോഗിൻ ചെയ്തുകൊണ്ട് അവരുടെ വിവരങ്ങൾ എൻട്രി ചെയ്യാനായിട്ട് കഴിയും. സർ, എല്ലാ ആശുപത്രികളും ലൈസൻസ് എടുക്കുന്നു, ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ 49 ആശുപത്രികളും നിലവിൽ ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സർ, ഇത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ മേഖലയിൽ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് തുടർന്നും പോരുന്നുണ്ട്. അതിൽ ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റിയാണ് ബന്ധുവേതര അവയവദാനത്തിന് അംഗീകാരം നൽകേണ്ടത്. അപ്പോൾ ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റിക്ക് ട്രെയിനിങ് സംഘടിപ്പിക്കുക, മസ്തിഷ്ക മരണ സ്ഥിരീകരണത്തിനായി ഡോക്ടർമാരെ പരിശീലിപ്പിക്കുക, ട്രാൻസ്പ്ലാന്റ് ഡോക്ടർമാർക്ക് ട്രെയിനിങ് സംഘടിപ്പിക്കുക തുടങ്ങിയവയും കേസോട്ടോ നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ്. സർ, അതുകൂടാതെ കേസോട്ടോ സമയബന്ധിതമായി ഓഡിറ്റിംഗ് കൂടി സംഘടിപ്പിക്കാറുണ്ട്. മരണാനന്തര അവയവദാന ക്യാമ്പുകൾ വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചു. ഈ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ അവയവദാന സമ്മതപത്രം അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും. കേരളത്തിൽ മരണാനന്തര അവയവദാനം ഏകോപിപ്പിക്കുന്നതിനും അതോടൊപ്പം പ്രോത്സാഹിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ നിയമം അനുശാസിക്കുന്ന നിലയിൽ മരണാനന്തര അവയവദാനത്തിനൊപ്പം മറ്റ് ലിവിംഗ് ഡോണറിൽ നിന്നുള്ള അവയവദാനം അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനുമാണ് ഇപ്പോൾ കേസോട്ടോ ശ്രമിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ അവയവദാന രംഗത്ത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളം തെറ്റിദ്ധാരണകളും അജ്ഞതകളുമൊക്കെ നിലനിൽപ്പുണ്ട്. ഇതിനെതിരായിട്ടുള്ള ബോധവൽക്കരണം കേസോട്ടോയുടെ പ്രവർത്തനത്തിന്റെ പരിധിയിലുണ്ടോ? അത് അതിന്റെ ഭാഗമായി നടത്താൻ കഴിയുമോ ബോധവൽക്കരണം? യെസ് മിനിസ്റ്റർ. സർ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. കാരണം ഈ സമീപകാലത്ത് ഈ മരണാനന്തര അവയവദാനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. സർ, വളരെ കരുതലോടെയും സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയും നമ്മൾ ഇടപെടേണ്ട ഒരു മേഖലയാണിത്. കാരണം ഈ മരണാനന്തര അവയവദാനം സംബന്ധിച്ച് വാസ്തവത്തിൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത് ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഇപ്പോൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഒരു ബ്രെയിൻ ഡെത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യേണ്ടത് ആ ചികിത്സിക്കുന്ന ആശുപത്രിയിലെ ചികിത്സിക്കുന്ന ഡോക്ടറും ആശുപത്രിയുടെ സൂപ്രണ്ടും അവിടുത്തെ ന്യൂറോളജിസ്റ്റും, പിന്നെ കേരളം പ്രത്യേകമായിട്ട് ഇതിലൊരു കാര്യം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് സർ. അതായത് എംപാനൽ ചെയ്ത ഡോക്ടർ, ആ ഡോക്ടർ ഈ ആശുപത്രിയിലുള്ള ഒരാളാകരുത്, പുറത്തു നിന്നുള്ള ഒരു ഡോക്ടർ. അങ്ങനെ ഇവരടങ്ങുന്ന സംഘമാണ് ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടത്. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടതിന് നിയമം അനുശാസിക്കുന്ന നിലയിൽ തന്നെ സർ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അതായത് 6 മണിക്കൂർ ഇടവിട്ടുകൊണ്ട് ഈ പരിശോധന നടത്തണം. ബ്രെയിൻ സ്റ്റെം ഡെത്ത് ആണോ എന്നുള്ളത് പരിശോധിക്കണം. അത് മാത്രമല്ല ഈ പ്രോസസ്സ് മുഴുവൻ വീഡിയോ റെക്കോർഡും ചെയ്യണം. അപ്പം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വ്യവഹാരങ്ങൾ ഉൾപ്പെടെയുള്ളവ മരണാനന്തര അവയവദാനത്തെ നിരുത്സാഹപ്പെടുത്തുന്ന നിലയിലേക്ക് മാറുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കേണ്ടത്, ഇപ്പോൾ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായാൽ ഒരു ഏതാനും മിനിറ്റുകൾക്കകം ആ മനുഷ്യ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും നിശ്ചലമാകും. അപ്പോൾ അങ്ങനെയുള്ള ശരീരത്തിൽ നിന്ന് കാർഡിയാക് അറസ്റ്റിന് ശേഷം നമ്മൾ അവയവം മാറ്റുന്നതിന് കഴിയുകയില്ല, അല്ലെങ്കിൽ ദാനം ചെയ്യുന്നതിന് കഴിയുകയില്ല.
അതേസമയം ബ്രെയിൻ ഡെത്ത് ഉണ്ടായാൽ ബ്രെയിനിന്റെ ആ ഒരു ബ്രെയിൻ ചലനരഹിതമാകുകയും അല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കുകയും അതേസമയം മറ്റവയവങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് വൈദ്യശാസ്ത്രം ശാസ്ത്രലോകം അംഗീകരിച്ച ഈ ഒരു കാര്യം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായും മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മളൊരു കണക്കെടുത്താൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന അവയവദാനങ്ങളിൽ 10% താഴെ മാത്രമേ മരണാനന്തര അവയവദാനമുള്ളൂ. ബാക്കിയെല്ലാം അല്ലാതെയാണ്, ലിവിംഗ് ഡോണേഴ്സിൽ നിന്നാണ് ഈ അവയവദാനം നടക്കുന്നത്. സർ, അതുകൊണ്ട് ശക്തമായിട്ടുള്ളൊരു ബോധവൽക്കരണ പ്രവർത്തനം ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നിരീക്ഷണങ്ങളും ഈ മേഖലയിൽ സംസ്ഥാന സർക്കാർ കേസോട്ടോയിലൂടെ നടത്തുന്നു. ശ്രീ കെ പി കുഞ്ഞമ്മദ് മാസ്റ്റർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ എം വിജയൻ. രോഗികൾക്കും ആശുപത്രികൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും വിവരങ്ങൾ ലഭിക്കുന്നതിനും ഈ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിനും സഹായമാകുന്ന രീതിയിൽ അവയവദാന പദ്ധതിയുടെ നടത്തിപ്പ് മേൽനോട്ടം നിർവഹിക്കുന്ന കേസോട്ടോ വെബ്സൈറ്റ് പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുമോ? മിനിസ്റ്റർ. സർ, ബഹുമാന്യനായ അംഗം ഉന്നയിച്ച ഒരു വിഷയം, നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ വെബ്സൈറ്റിൽ ദൃശ്യമാക്കിയിട്ടുണ്ട്. 2023 23 ജൂൺ മാസത്തിലാണ് ഈ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിലവിലൊരു പബ്ലിക് ഇന്റർഫേസ് ഉണ്ട്, പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന നിലയിലുള്ള കാര്യങ്ങൾ, അത് നിയമം ഉൾപ്പെടെ അതുപോലെ ഈ ചട്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള നിയമപരമായിട്ടുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിന് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ രീതിയിലുള്ള സാങ്കേതിക പിന്തുണയും ഈ വെബ്സൈറ്റിലുണ്ട്. സർ, കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടക്കുന്നത്. നമുക്ക് രാജ്യത്ത് ഇപ്പോൾ നോട്ടയുമായിട്ട് ബന്ധപ്പെട്ട ആ രീതിയിലുള്ള ഒന്നില്ല, നമുക്ക് കേരളത്തിനാണ് രജിസ്ട്രി ഉള്ളത്. ഇത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ തുടർച്ചയായി നടത്തുന്നുണ്ട്. സർ, ശ്രീ പി പി സുമോദ്. സർ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മസ്തിഷ്ക മരണങ്ങൾ ഏറി വരികയാണ്. പലപ്പോഴും വാഹനാപകടങ്ങളിലെല്ലാം ഉണ്ടാകുന്നത് മസ്തിഷ്ക മരണങ്ങളാണ്. സർ, എൻ്റെ ചോദ്യം, മസ്തിഷ്ക മരണം സർട്ടിഫൈ ചെയ്യുന്നതിന് പ്രത്യേകമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്? മിനിസ്റ്റർ. സർ, ഞാൻ പറഞ്ഞു, അവയവദാന പ്രക്രിയ രാജ്യത്ത് നടക്കുന്നത് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് 1994 ആക്ടിന്റെ അടിസ്ഥാനത്തിലും അതിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് 2014 ആ ചട്ടങ്ങൾക്കനുസൃതമായിട്ടാണ് രാജ്യത്ത് എവിടെയും ട്രാൻസ്പ്ലാന്റേഷൻ നടപടികൾ നടക്കുന്നത്. അതിൽ തന്നെ മസ്തിഷ്ക മരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഈ ചട്ടങ്ങളിൽ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് സർ, എങ്ങനെയാണ് മസ്തിഷ്ക മരണം സർട്ടിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, ഞാനത് ആവർത്തിക്കുന്നില്ല. അതിൽ കേരളം കൊണ്ടുവന്ന ഒരു മാനദണ്ഡമാണ് ആ ഹോസ്പിറ്റലിന് പുറത്തുള്ള ഒരാൾ, ഒരു ഡോക്ടർ എംപാനൽ ചെയ്ത എംപാനൽഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആ സംഘത്തിൽ ഉണ്ടാകണമെന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ മുഴുവൻ പ്രൊസീഡിങ്സും വീഡിയോ റെക്കോർഡിംഗ് നടത്തണം. കാരണം പിന്നീടൊരു ലീഗൽ ഇഷ്യൂ ഉണ്ടായാൽ ഇത് പരിശോധിക്കുന്നതിനും ഈ വീഡിയോ റെക്കോർഡിംഗിൽ തന്നെ ഇത് സ്വാഭാവികമായിട്ടുള്ള മസ്തിഷ്ക മരണമാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നതിനും അത് തെളിയിക്കുന്നതിനും ഈ വീഡിയോ റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ളവ ആവശ്യമാണ്. 6 മണിക്കൂർ ഇടവിട്ട് 2 പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ തീർച്ചയായിട്ടും രോഗിയുടെ ആ പേഷ്യന്റിന്റെ ബന്ധുക്കളുടെ ഉൾപ്പെടെയുള്ള സമ്മതപത്രം, അതും ഈ ചട്ടം അനുശാസിക്കുന്ന ഫോമിനകത്ത് തന്നെ, നിശ്ചിത ഫോമിനകത്ത് തന്നെ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ആ ഫോമിനകത്ത് അവരുടെ കൺസെന്റും ആവശ്യമാണ്. പൂർണ്ണമായിട്ടും ചട്ടങ്ങളുടെ, ദേശീയ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന്റെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ എൻ കെ അക്ബർ. ഓട്ടിസം ബാധിച്ച മകനെ നോക്കുന്ന ഒരു മാതാവ് ഗുരുതരമായ വൃക്കരോഗത്തെ നേരിടുന്നു. വൃക്ക മാറ്റിവെക്കാതെ ഈ മാതാവിന്റെ ജീവൻ രക്ഷിക്കാനാകില്ല. എന്നാൽ ഡോണർ ബന്ധുവല്ല എന്നതിന്റെ പേരിൽ ഇവരുടെ അപേക്ഷ നിരസിച്ചിരിക്കുകയാണ്. ഇത്തരം കേസുകൾക്ക് പ്രത്യേക പരിഗണന നൽകുമോ? സംസ്ഥാനത്ത് വിവിധ അവയവങ്ങൾക്കായി എത്ര പേർ കാത്തിരിക്കുന്നുണ്ട്? മിനിസ്റ്റർ. സർ, 2 തരത്തിലുള്ള അവയവദാനമാണ്. ഒന്ന് കഡാവർ ട്രാൻസ്പ്ലാന്റ് ആണ്, അതായത് മരണാനന്തര അവയവദാനം. 2 ലൈവ് ഡോണറിൽ നിന്നുള്ള അവയവദാനം. അതിൽ ലിവിംഗ് ഡോണറിൽ നിന്നുള്ള അവയവദാനം തന്നെ 2 രീതിയിലുണ്ട്. ഒന്ന് ബന്ധുക്കൾ, 2 ബന്ധുവേതര അവയവദാനം. ബന്ധുക്കൾ എന്ന കാറ്റഗറിയിൽ വരുന്നത് അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, മകൻ, മകൾ, മുത്തശ്ശൻ, മുത്തശ്ശി എന്നിവരാണ് ബന്ധുക്കൾ എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഫസ്റ്റ് കസിൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഭാര്യ പിതാവോ അല്ലെ ഭർത്താവിന്റെ പിതാവോ മാതാവോ ആണെങ്കിലും അത് ബന്ധുവേതരത്തിൽ മാത്രമാണ് നിയമപരമായിട്ട് കണക്കാക്കപ്പെടുകയുള്ളൂ. സർ, ബന്ധുവേതര അവയവദാനത്തിന് അനുമതി നൽകുന്നത് ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസേഷൻ കമ്മിറ്റിയാണ്, DLAC ആണ്. ആ DLACകൾ ഓരോ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ആ DLACയിൽ ആ കോളേജിന്റെ പ്രിൻസിപ്പൽ
അതുകൂടാതെ ഫോറൻസിക് വിഭാഗത്തിന്റെ HOD, സമൂഹത്തിൽ അതായത് ഒരു പ്രത്യേകിച്ച് വനിതകളുടെ ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ടാകും. അങ്ങനെ ഒരു 4-5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. DHSന്റെ പ്രതിനിധി ഉണ്ടാകും. അങ്ങനെ 4-5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് DLAC. സർ, ഇതിൽ ഉള്ള കാര്യം ബഹുമാന്യനായിട്ടുള്ള അംഗം ഇവിടെ സൂചിപ്പിച്ചത് ഒരു പ്രത്യേക വിഷയമാണ്. ഈ DLAC ആണ് മുന്നിൽ വരുന്നത്. അതായത് ബന്ധുവേതര അവയവദാനത്തിൽ പണമിടപാടുകളില്ല എന്നുള്ളതും അതിൽ ചൂഷണമില്ല എന്നുള്ളതും ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രോസസ്സുണ്ട്. ഒട്ടനേകം രേഖകൾ ഹാജരാക്കണം, അതിന് സർട്ടിഫിക്കേഷൻ വേണം. സാർ, DLAC ആണ് ഇക്കാര്യം തീരുമാനിക്കുക. അപ്പോൾ DLAC റിജക്റ്റ് ചെയ്താൽ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അപ്പീൽ കൊടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഈ റെസിപ്പിന്റ് ആയിട്ടുള്ള വ്യക്തിക്കും കുടുംബത്തിനും ഉണ്ട്. ആ അപ്പീലും റിജക്റ്റ് ചെയ്യപ്പെട്ടാൽ നിലവിലെ സാഹചര്യത്തിൽ അവയവദാനം നടക്കില്ല എന്നുള്ളതാണ്. സർ, DLACയുടെ കർത്തവ്യം പണമിടപാട് നടക്കുന്നില്ല എന്നുള്ളതും പറഞ്ഞതുപോലെ ചൂഷണം നടക്കുന്നില്ല എന്നുള്ളതും ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിൽ DLAC അനുവാദം നിഷേധിച്ചു എന്നുള്ളതാണ് ബഹുമാനായ അംഗം ഇവിടെ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഈ DLACയുടെ പ്രോസസ്സ് എല്ലാം തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതാണ്. അതെന്താണ് എന്നുള്ളത് പരിശോധിച്ച് നോക്കാം. സർ, ശ്രീ ചന്ദ്രശേഖരൻ. സർ, ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ചൂണ്ടിക്കാണിച്ചതുപോലെ, ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ്റെ വിഷയം വരുമ്പോൾ അത് നൽകുന്നവർ ഡോണറാണോ സ്വീകരിക്കുന്നവരാണോ? ആ നൽകുന്നവരോ എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളുടെ സർട്ടിഫിക്കറ്റിനായി ആളുകൾ വരികയാണ്. ഡോണർ ഏതെങ്കിലും ഒരു പ്രദേശത്തായിരിക്കും. എന്നാൽ അത് ഈ പറയുന്ന കിഡ്നി സ്വീകരിക്കേണ്ടയാൾ ഒരു നിയോജക മണ്ഡലത്തിൽ, ഉദാഹരണത്തിന് എൻ്റെ മണ്ഡലത്തിലാണെങ്കിൽ, സ്വീകരിക്കുന്ന ആളെക്കുറിച്ച് ഇവരെ എനിക്കറിയാം, അത് പറയാം. ഡോണറെക്കുറിച്ച് പറയാൻ കഴിയില്ല. പലപ്പോഴും ഈ സർട്ടിഫിക്കറ്റിന് ജനപ്രതിനിധികളെ സമീപിക്കുന്ന ആളുകൾ അവരെ കൂടി അറിയുമെന്ന് പറയുമ്പോൾ ഇതിനിടയിൽ ഇടത്തട്ടുകാരായ ആളുകൾ സ്വീകരിക്കുന്ന നടപടികളും അതിൽ നടക്കുന്ന ചൂഷണവും ഉൾപ്പെടെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഡോണറുള്ള മണ്ഡലത്തിലെ MLA അല്ലേ അല്ലെങ്കിൽ ജനപ്രതിനിധി അല്ലേ ഡോണറെക്കുറിച്ച് പറയേണ്ടത്? അതല്ലാതിരുന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ. ആ വിഷയങ്ങൾ നേരിടുകയാണ്. സർ, അതുപോലെ ഈ ഒരു അവയവം നൽകുന്നതിന് വേണ്ടിയുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആള് അവയവം മാറ്റുന്നതിന് മുമ്പ് തന്നെ മരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവരുടെ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെയുള്ളത് തിരിച്ചു കൊടുക്കാൻ നടപടി സ്വീകരിക്കുന്നുണ്ടോ? സർ, ബഹുമാന്യനായ അംഗം ഇവിടെ സൂചിപ്പിച്ച ആദ്യത്തെ കാര്യം എല്ലാ ജനപ്രതിനിധികളും നേരിടുന്ന ഒരു വിഷയമാണ്. വാസ്തവത്തിൽ ഈ നിയമത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ടിന്റെ ചട്ടങ്ങളിൽ MLA-മാരെന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ തുടർന്നു പോകുന്നൊരു അതിനൊരു കാരണമുണ്ട് സർ. അതായത് ഈ ഡോണറും റെസിപ്പിയന്റും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതും ഇവരെ നേരിട്ടറിയാമെന്നുള്ളതും പണമിടപാടില്ല എന്നുള്ളതാണ് DLAC പരിശോധിക്കുന്നത്. അതിൽ പലപ്പോഴും നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എല്ലാ ജനപ്രതിനിധികൾക്കും. അതുകൊണ്ടിപ്പോൾ നിയമപരമായി അത് ജനപ്രതിനിധികളെ ഒഴിവാക്കിക്കൊണ്ട്, MLA-മാരെ ഒഴിവാക്കിക്കൊണ്ട് അല്ലാതൊരു സംവിധാനത്തിൽ അത് സർട്ടിഫൈ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർ കേസോട്ടോ ഇങ്ങനെയുള്ള അവയവദാനത്തിൽ ഏതാണ്ട് 13 മുതൽ 15 രേഖകൾ വരെ ഹാജരാക്കണം. അപ്പോൾ ഐഡന്റിറ്റി തെളിയിക്കുന്നതിന് ആധാർ കാർഡ് വേണം, ലൈസൻസ് ഉണ്ടെങ്കിൽ ലൈസൻസിന്റെ രേഖകൾ വേണം, റേഷൻ കാർഡ് വേണം. അപ്പോൾ ഒരു സിംഗിൾ ഐഡന്റിറ്റി കാർഡായിട്ട് അത് ചുരുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലേക്കുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്നതിനാണ് ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് ജനപ്രതിനിധികൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകും. നമുക്കത് പരിശോധിക്കാൻ കഴിയില്ല. നമ്മുടെ മണ്ഡലത്തിൽ ഒരാളായിരിക്കും വന്ന് രോഗത്തിന്റെ മൂർച്ഛിച്ച അവസ്ഥയിൽ നമ്മുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് തടസ്സം പറഞ്ഞാൽ കുഴപ്പമായി പോകും എന്നുള്ള ഒരു സങ്കോചവും ഉണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒഴിവാക്കി അല്ലാതെ ഒരു നിശ്ചിത രീതിയിൽ മാനദണ്ഡത്തിൽ അത് സർട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചന അത് തീരുമാനിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കും സർ. അതോടൊപ്പം രണ്ടാമത്തെ ചോദ്യം ഞാൻ മറന്നു. പൈസ അത് തീർച്ചയായിട്ടും പരിഗണിക്കും സർ. കാരണം മരിക്കുന്ന സമയം അവയവം ദാനം ചെയ്യും എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആ മരണ സമയം സംബന്ധിച്ച് മുൻകൂട്ടി അറിയുക, അല്ലെങ്കിൽ അത്രയും രോഗം മൂർച്ഛിച്ച അവസ്ഥയോ അത് മുൻകൂട്ടി അറിയുമ്പോൾ മാത്രമേ അവയവം ദാനം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളിൽ അതേ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് അത് ആലോചിക്കുന്നതാണ് സർ. ശ്രീ രമേശ് ചെന്നിത്തല. സർ, ലിവിംഗ് ഡോണറിൽ നിന്ന് അവയവം സ്വീകരിക്കുന്നതാണ് ഇവിടെ പ്രശ്നം. സംസ്ഥാനത്തിന് പുറത്തും വളരെ ശക്തമായ മാഫിയകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുകയാണ്. ഹോസ്പിറ്റൽ മാഫിയ എന്നിവ ചേർന്ന് പാവപ്പെട്ട ആളുകളുടെ ദാരിദ്ര്യവും സാമ്പത്തിക ക്ലേശവും മുതലെടുത്തുകൊണ്ട് കിഡ്നി ഉൾപ്പെടെയുള്ള കരള് തുടങ്ങിയിട്ടുള്ള അവയവങ്ങൾ മാറ്റിവെക്കുന്നതിനെ സംബന്ധിച്ച് ധാരാളം വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് ശക്തമായി നേരിടാനും
അത് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് വേണ്ടി ആരോഗ്യവകുപ്പ് എന്തെല്ലാം ശക്തമായ നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? യെസ് മിനിസ്റ്റർ. സർ, ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസോട്ടോ സംസ്ഥാനത്ത് രൂപീകൃതമായിരിക്കുന്നത്. 2021 ഈ സൊസൈറ്റി നമ്മൾ രൂപീകരിച്ചത്. മരണാനന്തര അവയവദാനത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുമ്പോഴും അതിൽ ഫോക്കസ് ചെയ്യുമ്പോഴും ട്രെയിനിങ്ങും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഈ ലിവിംഗ് ഡോണേഴ്സിൽ നിന്നുള്ള അവയവദാനം സംബന്ധിച്ച് അതിലൊരു ഓഡിറ്റിംഗ് നടത്താനാണ് കേസോട്ടോയ്ക്ക് കഴിയുക. അതായത് ഇപ്പോൾ നിലവിൽ നേരത്തെ മുൻപുള്ള സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഓരോ ആശുപത്രിയിലും നടക്കുന്ന അവയവദാനത്തിന്റെ കണക്കുകൾ അവർ അപ്പോൾ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇന്റേണലി ഒഫീഷ്യലി ഇത് നമുക്ക് പരിശോധിക്കാനായിട്ട് കഴിയും. പക്ഷേ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യം, ഇത് ഇതിന്റെ ഇടനിലക്കാർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ചൂഷണം ഒഴിവാക്കുക, ഇത് വാസ്തവത്തിൽ ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസേഷൻ കമ്മിറ്റിയാണിത് നിശ്ചയിക്കുന്നത്. ഇത് കൊടുക്കണോ, ഇത് അനുവദിക്കണോ, ഈ ഡോണറിൽ നിന്ന് ഈ റെസിപ്പിന്റിന് ഇത് കൊടുക്കണോ, ഇവർ തമ്മിൽ ബന്ധമുണ്ട്, ഈ പറയുന്നത് ശരിയാണോ? സാർ, ഇത് ഈ DLACയുടെ മുൻപാകെ വരുമ്പോൾ ഒരു പണമിടപാടും ഇല്ല എന്നുള്ളതും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതുമാണ് ഇതുവരെയുള്ള എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതെയുള്ള ഒരു പരാതി ഔദ്യോഗികമായി കേസോട്ടോയ്ക്ക് മുൻപിൽ എത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. സർ, തീർച്ചയായിട്ടും ഇങ്ങനെ വാർത്തകൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓഡിറ്റിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ആ ഓഡിറ്റിംഗ് ആശുപത്രികളെ സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ, അതോടൊപ്പം അവയവ മാറ്റം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൽ കൃത്യമായി ഈ 49 ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ഓഡിറ്റിംഗ് കേസോട്ടോ നടത്തുവാനായിട്ട് പറഞ്ഞവർ ഓഡിറ്റിംഗ് നടത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ള മനുഷ്യക്കടത്ത് സംബന്ധിച്ചൊക്കെ കാര്യങ്ങളിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗിൽ ആഭ്യന്തര വകുപ്പ് പോലീസ് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സലാം. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിരവധിയായിട്ടുള്ള അവയവ മാറ്റിവെക്കൽ നടന്നിട്ടുണ്ട്. ഒരു പ്രശ്നം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ബന്ധുക്കളുടെ മാത്രമാണ് മാറ്റിവെക്കപ്പെടുന്ന സാഹചര്യം വരുന്നത്. ബന്ധുക്കൾ അല്ലാത്തവരുടെ മാറ്റിവെക്കാനുള്ളൊരു തടസ്സങ്ങൾ ഉണ്ടാവുന്നു. അത് ഗവൺമെന്റ് പരിശോധിച്ച് ആ തടസ്സങ്ങൾ മാറ്റി അത് നടത്താൻ ആവശ്യമായ നിലപാട് കൂടി സ്വീകരിക്കുമോ എന്നുള്ളതാണ്. സർ, ഈ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അവിടെ ഇതുവരെ മരണാനന്തര അവയവദാനങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇപ്പോൾ അതല്ലാതെ സർക്കാർ മേഖലയിൽ അവയവ മാറ്റം നടക്കുന്നത് തിരുവനന്തപുരത്തും കോട്ടയത്തും കോഴിക്കോടുമാണ്. സർ, ഇവിടെ സർക്കാർ മേഖലയിൽ കൂടുതലായിട്ട് അവയവ മാറ്റങ്ങൾ ഇപ്പോൾ വലിയ ഒരു ചിലവാണ് ഈ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ട് ഈ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായിട്ട് വളരെ സങ്കീർണമായ ഭാരിച്ച സാമ്പത്തിക പ്രതിസന്ധി വരുന്ന ചെലവ് വരുന്ന ശസ്ത്രക്രിയയാണ് സർ. അതുകൊണ്ടാണ് അവിടെ സർക്കാർ ഒരു ഇടപെടൽ നടത്തുവാനായിട്ട് തീരുമാനിച്ചത്. സർക്കാർ മേഖലയിൽ തന്നെ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് ജനകീയമായിട്ടുള്ളൊരു ഇടപെടലാണ് സർ. ഈ മേഖലയിൽ അതായത് ഒരു 40-45 ലക്ഷം രൂപയൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 1000 രൂപ ഒന്നിച്ചെടുക്കാൻ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നൊരു സാഹചര്യം വരുമ്പോൾ ഈ ലക്ഷക്കണക്കിന് രൂപ എവിടെ നിന്ന് കണ്ടെത്തും സർ? അതുകൊണ്ടാണ് അതിലേക്ക് ഒരു ഇടപെടൽ നടത്തുന്നതിന് സർക്കാർ തീരുമാനിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് തന്നെ ഒരു ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് തുടങ്ങുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യത്തിൽ കൂടുതലായി ട്രാൻസ്പ്ലാന്റുകൾ സർക്കാർ ആശുപത്രികളിൽ നടത്തുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വളരെ കൂടുതൽ നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ വളരെ വർദ്ധിച്ചു വരുന്നൊരു സംസ്ഥാനമാണ് കേരളം. ലിവർ സംബന്ധിച്ച കരൾ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു സംസ്ഥാനമാണ് കേരളം. അതായത് ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഈ 2 രോഗങ്ങൾ കൂടുകയും അതൊരു പ്രത്യേക സ്ഥിതിയിലാകുമ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ വേറെ നിവൃത്തിയില്ലാതാകും. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോഴുള്ള 2 വെല്ലുവിളി, ബന്ധുക്കളുടെ യോജിച്ചതല്ലെങ്കിൽ പുറത്തുനിന്ന് ഡോണർ കിട്ടിയാൽ മതിയാവും. പക്ഷേ ഈ വാർത്തകളും ഇത്തരം കാര്യങ്ങളും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നതോടുകൂടി കുറേ പൊടിപ്പും തൊങ്ങലുള്ള വാർത്തയുണ്ട്, കുറേ യാഥാർത്ഥ്യങ്ങളുണ്ടായിരുന്നു. വരുന്നതോടുകൂടി ഒരു ഡോണറെ കിട്ടാത്ത അവസ്ഥയിൽ ടെർമിനൽ സ്റ്റേജിലായിട്ട് പല രോഗികളും സംസ്ഥാനത്ത് നിൽക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണ്ടതാണ്. കാരണം ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ വേറൊരു ഓപ്ഷൻ അവരുടെ മുമ്പിലില്ല. ഡോണറെ കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ കൂടി. ഞാൻ ഇന്ന് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് കൂടി ഇതുപോലത്തെ ഒരു വിഷയം എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള പ്രശ്നം കൂടിയാണ്. സംസ്ഥാനത്ത് വ്യാപകമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ ഡോണർമാരെ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് കൂടി, അപകടകരമായ ഒരവസ്ഥയിലേക്ക് കൂടി പോകുന്നുണ്ട് എന്ന കാര്യം കൂടി സർക്കാർ ഗൗരവമായി പരിഗണിക്കും. സർ, നമ്മൾ നേരിടുന്ന ഒരു ഗൗരവതരമായ വിഷയമാണ് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞത്. ഇപ്പൊ സംസ്ഥാനത്ത് കിഡ്നി മാറ്റിവെക്കുന്നതിനായി കാത്തിരിക്കുന്നത് 2265 ആളുകളാണ്.
ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി കാത്തിരിക്കുന്നത് 408 അപ്പോൾ നമ്മൾ കാണണം, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ കിഡ്നിയേക്കാൾ ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് വെച്ചാൽ മണിക്കൂറുകൾക്കകം ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഇപ്പോൾ ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസേഷൻ കമ്മിറ്റി ലിവർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ വന്നാൽ മണിക്കൂറുകൾക്കകം കമ്മിറ്റി ചേർന്ന് തീരുമാനം എടുക്കണം എന്നാണ്. കാരണം രോഗിക്ക് അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ കഴിയുകയില്ല. പക്ഷേ അവിടെയാണ് 408 പേർ സംസ്ഥാനത്ത് അതിനുവേണ്ടി കാത്തിരിക്കുന്നത്. ഹാർട്ട് ട്രാൻസ്പ്ലാന്റിന് വേണ്ടി 71 പേർ, കൈ മാറ്റിവെക്കുന്നതിന് വേണ്ടി 11 പേർ, പാൻക്രിയാസിന് വേണ്ടി 10 പേർ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ചെറുകുടൽ 3 പേർ. സാർ, തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. കാരണം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതിൻ്റെ മറ്റൊരു ഘട്ടമാണ്. വാസ്തവത്തിൽ ഈ ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ, ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ കേസോട്ടോ ശ്രമിക്കുന്നത് ഈ മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. സാർ, നമ്മളൊരു കണക്കെടുത്താൽ ഈ ഗണ്യമായിട്ടുള്ള കുറവ് മരണാനന്തര അവയവദാനത്തിൽ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങളിലായി ഗണ്യമായിട്ടുള്ള കുറവാണ്. 5 വർഷങ്ങളിൽ 96 മരണാനന്തര അവയവദാനങ്ങൾ മാത്രമാണ് സാർ കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഇപ്പോഴുള്ള കണക്കാണ് ഞാൻ നേരത്തെ വായിച്ച 2000-ഉം 400-ഉം ഒക്കെ തന്നെ സാർ. അതുകൊണ്ട് തന്നെ ഇതിന് സമഗ്രമായിട്ടുള്ള പ്രോട്ടോക്കോളും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാർ. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും ഈ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ് സാർ, ചൂഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടലും നമുക്ക് ഒന്നിച്ചു തന്നെ ഇതിൽ ഈ കാര്യത്തിൽ സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിനുള്ള പൊതുബോധം സൃഷ്ടിക്കുന്നതിനും നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കുകയും ചെയ്യാം.